കോഴിക്കോട് പാളയം മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കുന്നതിനെതിരെ വ്യാപാരികളുടെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. കല്ലുത്താൻ കടവിൽ പുതിയ മാർക്കറ്റിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി നിർവഹിക്കാനിരിക്കെയാണ് പ്രതിഷേധം. ഞങ്ങൾ കല്ലുത്താൻ കടവിലേക്ക് മാറുന്ന പ്രശ്നമില്ല. ഒരു സൗകര്യവും അവിടെ ഇല്ല. നിങ്ങൾ പോയാൽ മനസ്സിലാകും. അവിടെ വാഴക്കുല കച്ചവടക്കാർക്ക് കൊടുക്കുന്നത് ഫുട്പാത്തിന് മുകളിലാണ് അവർ ഉണ്ടാക്കിയത്. 80 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള ഷെഡ് മാത്രം 95% കച്ചവടക്കാരും തൊഴിലാളികളും ഇവിടെ നിൽക്കുക. അതിയുടെ പ്രകടനം പറഞ്ഞ പ്രഹസന അത് രാഷ്ട്രീയ കളിയാ. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ഞങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്ക് അതീതമായിട്ടുള്ള സമരം ഇവിടെ നടക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ പോകുന്ന പ്രശ്നം തന്നെയില്ല. കോർപ്പറേഷൻ ഞങ്ങളോട് മതിയായ ചർച്ച നടത്തിയിട്ടില്ല. അതുമല്ല, അവിടെ കൊടുക്കുന്നത് ഒരു കുത്തക ഭീമനാണ് കൊടുക്കുന്നത്. കോർപ്പറേഷന്റെ ബിൽഡിംഗ് അല്ല, ഒരു കുത്തക ഭീമന് 35 വർഷത്തെ കാലാവധിക്കാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ വാടക എന്തെന്നോ കച്ചവടക്കാരെ ഒഴിപ്പിക്കണമെന്നുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ആ കുത്തക ഭീമന്മാരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് മാറുമ്പോൾ പ്രശ്നം തന്നെയില്ല. വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. ഏതാണ്ട് 35 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് കല്ലുത്താൻ കടവിൽ ന്യൂ പാളയം മാർക്കറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. PPP മാതൃകയിലാണ് ഈ ബൃഹത് പദ്ധതി നടപ്പിലാക്കുന്നത്. 100 കോടി രൂപയാണ് ഇതിന് ചെലവ്. 27 കോടിയോളം രൂപ ചെലവഴിച്ച കോർപ്പറേഷൻ സ്ഥലം ഏറ്റെടുത്താണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. 5.5 ഏക്കർ സ്ഥലത്ത് 6 ബ്ലോക്കുകളായാണ് മാർക്കറ്റ് പ്രവർത്തിക്കുക. അതിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഈ സ്ക്രീനിന്റെ വലതുഭാഗത്ത് കാണാൻ കഴിയുന്നത്. പക്ഷെ മാർക്കറ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളാണ് നമുക്ക് ഈ സ്ക്രീനിന്റെ ഇടതുഭാഗത്ത് കാണാൻ കഴിയുന്നത്. ഇത് രണ്ടും ഒരേ സമയം പ്രേക്ഷകർ കാണുക. ഒരു സ്ഥലത്ത് ഉദ്ഘാടന ചടങ്ങുകൾ, മറ്റൊരു സ്ഥലത്ത് പ്രതിഷേധം എന്ന നിലയ്ക്ക് നമുക്ക് കാണാൻ കഴിയുകയാണ്. മുഖ്യമന്ത്രി അടക്കം ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിയിരിക്കുന്നു. അഭിമാനാർഹമായ നേട്ടം എന്ന നിലയ്ക്കാണ് ഇതിനെ സർക്കാർ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇതൊരു കുത്തക ഭീമന് വലിയ ലാഭമുണ്ടാക്കാൻ വേണ്ടി സർക്കാർ നടത്തിയ ഒരു ഒളിച്ചുകളി, അട്ടിമറി എന്ന നിലയ്ക്കാണ് ഈ പാളയം മാർക്കറ്റ് മാറ്റുന്നതിനെ എതിർക്കുന്ന വ്യാപാരികൾ പറയുന്നത്. പക്ഷെ അനുകൂലിക്കുന്ന ഒരു വലിയ സമൂഹവും കൂടി അതിന് ഓപ്പോസിറ്റായി നിൽക്കുന്നുണ്ട്. അവർ അനുകൂലിച്ചുകൂടി സ്ഥലത്തേക്ക് എത്തി. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിവിളിയായതോടുകൂടിയാണ് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായത്. രാഹുൽ KV വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. രാഹുൽ, ഒരു സ്ഥലത്ത് വലിയ പ്രതിഷേധം, മറ്റൊരിടത്ത് ന്യൂ പാളയം മാർക്കറ്റിന്റെ ഉദ്ഘാടനം. ഈ പ്രതിഷേധവും ഇതുമായി ബന്ധപ്പെട്ട അമർഷവും മറ്റ് എതിരഭിപ്രായങ്ങളും ഒക്കെ ഏറെക്കാലമായി കേൾക്കുന്നതാണ്. പക്ഷെ അത് ഉദ്ഘാടന ദിവസവും തുടരുകയാണ്. മാധു, തീർച്ചയായും കല്ലുത്താൻ കടവിൽ പുതിയ ന്യൂ പാളയം മാർക്കറ്റിന്റെ ആ പേര് തന്നെ അങ്ങനെയാണ്, ന്യൂ പാളയം മാർക്കറ്റ് എന്നാണ്. അതിന്റെ ഉദ്ഘാടനം അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കാൻ പോകുന്നു. ബൃഹത് പദ്ധതി, അതായത് ഒരു അഭിമാന പദ്ധതി എന്ന നിലയിലാണ് ഈ ന്യൂ പാളയം മാർക്കറ്റ് മുന്നോട്ട് അവതരിപ്പിക്കുന്നത്. ഇതേ സമയം തന്നെ പാളയത്തുള്ള വ്യാപാരികളും തൊഴിലാളികളും വലിയൊരു വിഭാഗം കരിദിനം ആചരിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് പാളയത്ത് അരങ്ങേറിയത്. കരിദിനമാണ്. അതുപോലെ തങ്ങള തീർത്തുകൊണ്ട് പാളയത്തു നിന്ന് തങ്ങളെ കുടിയൊഴിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യം വിളികളുമായാണ് 100-ലധികം വ്യാപാരികളും തൊഴിലാളികളും പ്രതിഷേധവുമായി എത്തിയത്. കനത്ത പോലീസ് കാവലാണ് സ്ഥലത്തുണ്ടായിരുന്നത്. ഒന്നാമത് മുഖ്യമന്ത്രി വരുന്ന വഴി കൂടിയാണ്. ഒപ്പം തന്നെ ഈ വിധത്തിലുള്ള വലിയ പ്രതിഷേധം നടക്കുന്നതുകൊണ്ട് വലിയ പോലീസ് കാവൽ സ്ഥലത്ത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനിടെയാണ്, ഈ തൊഴിലാളികളുടെ പ്രതിഷേധത്തിനിടെയാണ് കല്ലുത്താൻ കടവിൽ പുതുതായി നിർവഹിച്ച ആ മാർക്കറ്റിനെ അനുകൂലിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി സമിതിയുടെ ഒരു പ്രകടനം ഇതുവഴി കടന്നുപോയത്. ആ സമയത്ത് പ്രതിഷേധക്കാരും ഈ അനുകൂലികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൂചിവിളി ഉണ്ടായി, മുദ്രാവാക്യം വിളികൾ ഉണ്ടായി. അത് ആ സമയത്താണ് പോലീസ് ഇരുകൂട്ടരെയും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ആ സമയത്താണ് പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ നേരിയ രീതിയിൽ ഉന്തും തള്ളും ഉണ്ടായത്. അതിനുശേഷം അനുകൂലികൾ കല്ലുത്താൻ കടവിലേക്ക് കടന്നുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇതന്നെയായാലും ഈ പ്രതിഷേധിക്കുന്ന ആളുകൾ ഇപ്പോൾ താൽക്കാലികം എന്ന വണ്ണം പ്രതിഷേധം അവസാനിപ്പിച്ച് കച്ചവടത്തിലേക്ക് കടന്നിട്ടുണ്ട്. അതായത് തങ്ങളുടെ ഉപജീവനം ഇവിടെയാണ് നടക്കുന്നത്, ഇവിടെ നിന്ന് മാറാൻ യാതൊരു വിധത്തിലും തയ്യാറല്ല, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം മറുസ്ഥലത്ത് നടക്കുന്നു. ഇതേ സ്ഥലത്ത് കച്ചവടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 3 വർഷത്തിലധികം ലൈസൻസ് ഉള്ള വ്യാപാരികളുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ഏകപക്ഷീയമായി എടുത്ത തീരുമാനത്തിൽ ഇങ്ങനെ ആളുകളെ മാറ്റുന്നത് എന്നാണ് ഇക്കൂട്ടർ ചോദിക്കുന്ന ഒരു ചോദ്യവും. വർഷങ്ങളായി പ്രതിഷേധം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. കോർപ്പറേഷൻ പലതവണ അനുരഞ്ജന ചർച്ചകൾ എന്ന വണ്ണം
മേയറുടെ അധ്യക്ഷതയിലും MLA-മാരെ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ ആ രീതിയിലൊരു അനുരഞ്ജനം ഉണ്ടായില്ല എന്ന് തന്നെയാണ്. രാഹുൽ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിയാത്തത് എന്നുള്ളതൊരു ചോദ്യമാണല്ലോ. സ്വാഭാവികമായും ഒരു മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കുമ്പോൾ അവിടെയുള്ള നിലവിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ ആനുകൂല്യം കിട്ടുക, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പരിഗണന കിട്ടുക, അവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ചർച്ചയുടെ വിഷയങ്ങളായിട്ടുണ്ടാകുമല്ലോ. എന്തുകൊണ്ടാണ് അവിടെ നിന്ന് മാറാനോ പുതിയ സ്ഥലത്തേക്ക് കച്ചവടം മാറ്റി സ്ഥാപിക്കാനോ ഒരു വിഭാഗം ആളുകളെങ്കിലും തയ്യാറാകാത്തത്? അവരെ എന്തുകൊണ്ടാണ് ഭരണകൂടത്തിന് വിശ്വാസത്തിലെടുക്കാൻ കഴിയാതെ പോയത്? അതായത് കോഴിക്കോട് നഗരമധ്യത്തിൽ തന്നെ, ഒരുപക്ഷെ കോഴിക്കോടിന്റെ പൈതൃക കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ് പാളയം മാർക്കറ്റ്. അവിടെ നല്ല രീതിയിൽ വ്യാപാരം നടത്തിവരുന്ന, ജീവൻ ഉപാധി നടത്തിക്കൊണ്ടുവരുന്ന വലിയൊരു വിഭാഗം തൊഴിലാളികളാണ് ഇവിടെ നിന്ന് മാറാൻ തയ്യാറല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. അതായത് ഇവിടെ നിന്ന് ഈ നഗരമധ്യത്തിൽ നിന്ന് കുറച്ചുകൂടി മാറി കല്ലൂത്താൻ കടവിലേക്ക് മാറിക്കഴിഞ്ഞാൽ കച്ചവടം കൃത്യമായി നടക്കുകയില്ല. അപ്പം തന്നെ വലിയ അടിസ്ഥാന സൗകര്യങ്ങളും ഒന്നും തന്നെ ഒരുക്കാതെയാണ് ഇല്ലത്തിൽ പറിച്ചു നടപ്പെടുന്നത് എന്നാണ് ഈ പ്രതിഷേധിക്കുന്ന ആളുകളുടെ നിലപാട്. അതുപോലെ തന്നെയാണ് അത് ഞാൻ പറഞ്ഞതുപോലെ പല തവണകളിലായി കോർപ്പറേഷൻ അനുരഞ്ജന ചർച്ചകളൊക്കെ നടത്തിയതാണ്. പക്ഷേ കോർപ്പറേഷൻ അവർ മുന്നോട്ട് വെക്കുന്ന ഭാഗം ഈ പ്രതിഷേധിക്കുന്ന വ്യാപാരികളെയും തൊഴിലാളികളെയും ധരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ശരിയായ വസ്തുത. എന്ന് തന്നെയായാലും അതിന്റെ ഉദ്ഘാടനം അടുത്ത സമയത്തിനകം നടക്കാൻ പോവുകയാണ്. കോർപ്പറേഷൻ പറയുന്നത് ഇത് PPP മാതൃകയിൽ നിർമ്മിച്ച BOT അടിസ്ഥാനത്തിലുള്ള വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ്, വ്യാപാര സമുച്ചയമാണ്. ഇങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ അതായത് കോഴിക്കോടിന്റെ മുഖം തന്നെ മാറപ്പെടും. അതുപോലെ വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും വലിയ അനുകൂല ഘടകം ഉണ്ടാകും എന്നത് തന്നെയാണ്. പക്ഷേ ആ രീതിയിലല്ല ഈ പ്രതിഷേധിക്കുന്ന ആളുകൾ അതിനെ എടുക്കുന്നതെന്നാണ്. ഏതായാലും ഈ ഉദ്ഘാടന ദിവസം തന്നെ കരിദിനമായി ആചരിച്ചുകൊണ്ടാണ് വലിയൊരു വിഭാഗം തൊഴിലാളികൾ, ഉന്തുവണ്ടി കച്ചവടക്കാരാണെങ്കിലും അവിടെ ഈ നിരത്തിൽ കച്ചവടം നടത്തുന്ന ആളുകളാണെങ്കിലും കയറ്റിറക്ക് തൊഴിലാളികളാണെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. 2009 ഈ പദ്ധതിക്ക് കോഴിക്കോട് കോർപ്പറേഷൻ ചോദിച്ചോളട്ടെ, ഇപ്പൊ ഈ പുതിയ മാർക്കറ്റ് സ്ഥാപിക്കുമ്പോൾ പഴയ പാളയം മാർക്കറ്റ് എന്തു ചെയ്യാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? അത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യവും. അത് തന്നെ അവിടെ കൃത്യമായി എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നതിൽ ഒരു വളരെ വ്യക്തമായ അല്ലെങ്കിൽ ഒരു കൃത്യമായൊരു മറുപടി കോർപ്പറേഷന്റെയോ സർക്കാരിന്റെയോ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അവിടെ ഈ പാളയത്തെ ഈ മാർക്കറ്റ് മാറ്റുന്നത് കൂടി വലിയ രീതിയിൽ നഗരത്തിലെ ഗതാഗതക്കുരുക്കിനും പരിഹാരമാകും. അപ്പോൾ വലിയ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും. ഇത്രയും വലിയ വിസ്തൃതിയുള്ള ഒരു പ്രദേശമാണ്. ഇപ്പോൾ പുതുതായി നിർമ്മിച്ച മാർക്കറ്റ് 5 ഏക്കറിലാണ്. ഏകദേശം അത്ര തന്നെ വിസ്തൃതിയിൽ വരുന്നതാണ് പഴയ പാളയം മാർക്കറ്റും. അപ്പോൾ അവിടെ നിന്ന് പൂർണ്ണമായും മാറ്റുമ്പോൾ വലിയൊരളവിൽ നഗരമധ്യത്തിൽ തന്നെ സ്ഥലം ലഭ്യമാവുകയും അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുകയും ചെയ്യും എന്നാണ് ഏതായാലും കോർപ്പറേഷൻ പറയുന്നത്. അവിടെ